ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഡ്രങ്കൻ ജിയും എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ്, അവരെല്ലാരും ഇങ്ങോട്ട് തന്നെ എത്തിക്കോളും എന്നാണ് പറഞ്ഞത്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു നമ്മുടെ സ്വന്തം സ്ഥലത്ത് ജിമ്മൻ കാണുന്നില്ല. ഡ്രങ്കൻ വന്നപ്പോ ജിംബൻ ഇല്ല, സോറി ജംബൻ അല്ലല്ലോ, എന്താണ് ഡ്രങ്കൻ വന്നപ്പോ ജിമ്മൻ ഇല്ല എന്നൊക്കെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആക്ഷേപം ഇന്ന് ഇല്ലാതാക്കുവാണ് ആ ആക്ഷേപം. അപ്പൊ നമ്മുടെ ജോമോൻജി എന്താണ് മൊത്തത്തിലൊരു പെശ കാണുമല്ലോ. അതെ, ഇന്ന് ജോമോൻജി അല്ല, നമ്മുടെ ആസ്ഥാന കുടിയൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഡ്രങ്കൻ ഓൺ ദ വേ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ഉടനെ തന്നെ നമ്മളെ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് വന്നത് ആക്ച്വലി, അല്ലെ മിസ്റ്റർ ജോമൻജി? ഓ ജിമ്മൻജി, എല്ലാം കൂടെ ആശയക്കുഴപ്പമാണല്ലോ ഇന്ന്. അപ്പൊ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമ്മളിന്ന് ഇവിടുത്തെ റൂഫ് ഗാർഡൻ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു രാത്രിയായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും പകൽ ടൈമിൽ വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, അത് വേറെ തിരക്കും കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല. എങ്കിലും അവിടെ നമ്മൾ ബാക്കി ഏതെങ്കിലും സെഗ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലേ? ഓക്കെ ഗൈസ്, പകൽ ടൈമിൽ വരുമ്പോൾ എവിടെയായാലും പ്രത്യേക ഫീൽ, പ്രത്യേക എനർജി. അതാണ് ഇന്നും എന്നെ സംബന്ധിച്ചോളം. ഓക്കെ, എവിടെയായിരുന്നു നമ്മളുടെ അപ്പൊ അന്നത്തെ പോലെ തന്നെ അല്ല, ഇന്നും നമ്മൾ മാത്രമേ ഉള്ളൂ. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ്. പക്ഷെ ഇന്നൊരു ഡിഫറെന്റ് ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ, അന്ന് ഇവരുടെ റൂഫ് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. ഇന്ന് പകൽ ടൈം, ഡേ ടൈം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇതിന്റെ കറക്റ്റ് ആ ഒരു റൂഫ് ഗാർഡന്റെ എഫക്റ്റ്, റൂഫ് ടോപ്പ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഇന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇന്ന് അതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അന്ന് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതന്നെ, പക്ഷേ അന്ന് മഴയായിരുന്നു, ചെറിയ പൊടിമഴയുണ്ടായിരുന്നു. അത് കാരണമാണ് അവരത് ഓപ്പൺ ചെയ്യാതിരുന്നത്. പിന്നെ എന്തായാലും ഇതിന്റെ കറക്റ്റ് ആംബിയൻസ് നമുക്ക് കിട്ടുന്നതാണ്. അല്ലേ വരണ്ട, ഞാൻ പറഞ്ഞു ഇവിടെ വരണം മോനെ. അന്നാ രാത്രി വന്നപ്പോ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം രാത്രി എന്ന് പറഞ്ഞാല് കുറച്ച് ഒരു അധികം ലൈറ്റ് ഇല്ല ഇവിടെ. ഈ കാണുന്ന ചെറിയ 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 ലൈറ്റുകളേ ഉള്ളൂ, ഈ കിളിക്കൂട് പോലത്തെ. ചൂട് വരും, കാരണം ഇവിടെ ഈ കൂളർ വെച്ചിട്ടുണ്ടോ? അതുകൊണ്ടാ. അന്ന് കൂളർ ഇല്ലായിരുന്നു ആക്ച്വലി, പക്ഷെ ഇപ്പൊ കൂളർ വെച്ചേക്കുന്നതാണ്. ചൂടായിരിക്കും പകൽ ടൈം, ഈ ടൈമിലൊക്കെ വന്നാൽ ചൂടാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഫുൾ ആ ഒരു ഗ്രീൻ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സ്പേസ് കുറവാ. അതെ, ഇതെല്ലാം ലൈറ്റ് ആണ്. ഇതിലോട്ട് മാത്രമല്ല, ഇവിടെ ലൈറ്റ് കുറവായിരിക്കും. പിന്നെ അതെ, നല്ല വ്യൂ അല്ലേ? ഇങ്ങനൊക്കെ വേണം ബാറൊക്കെ. സ്പെഷ്യൽ മെനു, സോറി അതെ സ്പെഷ്യൽ മെനു, സിസ്ലർ കോംബോ. കണ്ട, കുങ്പോ ചിക്കനൊക്കെ 200 rupees ഉള്ളൂ. വളരെയധികം ലാഭമാണ് കുങ്പോ ചിക്കനെ. ജിഞ്ചർ ചിക്കൻ ഇതൊക്കെ ഓപ്പൺ ചെയ്യാമോ? ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും? മറ്റേ ഇതായിരിക്കും ഗ്രില്ലും ഒക്കെ, എന്തെങ്കിലും ബാർബയ്ക്ക് വെക്കാനായിട്ടായിരിക്കും മിക്കവാറും. വാ, മഴക്കാറ് വെച്ച് വരുന്നുണ്ട്. മഴ പെയ്യോ? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മിനിയേച്ചർ വാഷ്റൂം കൂടെ ഉണ്ട്. So this is the menu. അപ്പൊ നമ്മള് റൂഫ് ടോപ്പിൽ പോയി എല്ലാം സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് എല്ലാം കഴിയുമ്പോഴാണ് പറഞ്ഞത് അവര് 5:30 ഓപ്പൺ ചെയ്തു. 5 o'clock നമ്മൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 5 o'clock സെറ്റ് ചെയ്യാം. അപ്പൊ തൽക്കാലം നമ്മൾ 5 o'clock ആവുന്നത് വരെ നമുക്ക് ഇവരുടെ ലൗഞ്ചിലൊന്ന് സെറ്റ് ചെയ്യാം. നേരെ കാണുന്നതാണ് റൂഫ് ടോപ്പ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെയാണ് നമ്മൾ പോയതൊക്കെ, കണ്ടോ? അപ്പൊ നമ്മുടെ ബ്രോ വന്നു, നമ്മുടെ മൈക്ക് അവിടെ വെച്ച് മറന്നു.
ആരും ഇല്ലാത്തവരും കുഴപ്പമില്ലല്ലേ? അപ്പോൾ താങ്കളുടെ ഓൾഡ് ഒരു ബിയർ ഗ്ലാസ്, ബിയർ ഗ്ലാസ് അല്ല, ഫ്ലേവേർഡ് വാട്ടർ ഗ്ലാസ്സേ. കൈയടിച്ചാലേ ഞങ്ങൾ വരണം, 5 മണി ആവണം, അങ്ങനെ പല കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു. ലോകാണിത്. കട്ടൻ ചായ, കട്ടൻ ചായ നമ്മൾ കുടിക്കാറുള്ളൂ. ഗ്രീൻ ടീ, അതെ, പിന്നെ ആപ്പിൾ പീസ്, അതൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളൂ. മദ്യമൊന്നും നമുക്ക് വേണ്ട. ഡ്രങ്കൻ വന്നോ? ഇവിടുന്ന് നമുക്ക് കാണാമല്ലോ ഡ്രങ്കൻ വരുവാണെങ്കിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് ഇവിടെ ഇരിക്കാൻ വെറുതെ ഇരുന്ന് പോകുന്നത് പെട്ടെന്ന് അടിച്ചിട്ട് പോകാം എന്നുള്ളതാണ്. അതായത് ഇങ്ങോട്ടല്ല, നമ്മുടെ യഥാർത്ഥ മുഖ്യ ലോകത്തേക്ക്. റൂഫ് ടോപ്പ് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി സ്പെഷ്യലി 5 മണിയായപ്പോൾ. നോർമലി 5:30ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ MDTV ആയതുകൊണ്ടും ഓപ്പൺ ആയി. അതേപോലെ തന്നെ 5 മണിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായി. നമ്മുടെ ഡ്രങ്കൻ ആർട്സ് എത്തിക്കഴിഞ്ഞു, താഴെ ലാൻഡ് ചെയ്തു എന്ന അറിയിപ്പ് കിട്ടി. സോ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് ഓൾറെഡി അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ആർട്സ് എന്തായാലും വേറെ മേടിക്കാൻ അടിക്കൂ. എന്നാ പകുതി അടിക്കും, പകുതി അടിക്കും, ഞാൻ അടിക്കാം. ഡ്രങ്കൻ വന്നു, പരിപാടി തുടങ്ങി അല്ലെ? തലവേദന എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. പേടിയാ, മീശയൊക്കെ വളർത്തി പിരിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അടിച്ചോ ഡ്രങ്കൻ ശരിക്കൂടെ? നമ്മള് 3 പേരും കൂടെ ഏകദേശം നിന്റെ പഴയ റൂമിൽ അല്ലെ? അതിനുശേഷം ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. നമ്മുടെ ന്യൂ ഇയറിന് അതെ, കാണാതെ പോയതൊക്കെ. ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ നിന്റെ റൂം? അല്ല, അതിന് മുമ്പായിരുന്നു. അല്ല, ഇവന് അത് കഴിഞ്ഞല്ലേ റൂം എടുക്കുന്നു? അല്ലല്ല, അതിന് മുമ്പായിരുന്നു. എന്തും ആയിക്കോട്ടെ, അന്വേഷിക്കാല്ലേ? നമുക്ക് ഓർമ്മ, ഡ്രങ്കന് കൃത്യ ഓർമ്മയുണ്ടല്ലോ. റെഡി ആണോ എന്ന് ചോദിക്കുന്നില്ല, കാരണം ഇനി റെഡിയല്ല, നമ്മൾ മുകളിലാണ്. പോവാമോളേക്ക് ബില്ല് കൊടുക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രോയെ പിക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വരും. ചെറിയൊരു കൊട്ടേഷൻ ആണ്, വീട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ ആണ്. ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മുടെ അങ്ങോട്ട് വരും, നമ്മുടെ കല്യാണ വീട്ടിൽ വരും. അവിടെ നിന്ന് പിന്നെ പൊക്കിക്കളന്ന് പറയുന്നുണ്ട്. ഏത് പറഞ്ഞു? നമ്മുടെ ഇവിടെ തന്നെ 2 തിയേറ്ററുള്ളൂ. അതെ, പിന്നെ റിലീസായോ? 4K ഏസിലുണ്ട്, പ്ലാനിലുണ്ട് ആണല്ലോ. ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ, പഴയ പടങ്ങൾ പിന്നെ റീ റിലീസ് 4K ആക്കിയിട്ടില്ല ഇറക്കുന്നത്. അടിപൊളി. ദേവദൂതം പറഞ്ഞല്ലേ, പഴയനൊക്കെ പണ്ട് ഫ്ലോപ്പ് ആയി പോയിരുന്നല്ലോ ഇറങ്ങിയപ്പോ. അന്നും നമ്മള് സൈക്കിളാ പോയാ പങ്കജ് വന്ന് ദേവദൂതം കാണുന്നത്. കണ്ടിട്ട് ഞങ്ങള് സൈക്കിളായത് വഴി വരുമ്പോൾ നമ്മുടെ ചുടുകാടിന്റെ അവിടെ എത്തുമല്ലോ, അവിടെ എത്തിക്കഴിയുമ്പോ പടിഞ്ഞോട്ട് നോക്കത്തില്ല. പടം കൊണ്ട് കിഴക്കോട്ട് നോക്കി. ഫസ്റ്റ് DPS ഡോൾബി, ഒരു ജനലൊക്കെ തുറന്നു. പങ്കജ് അതെ, പഴയ ഞാൻ സത്യം പറഞ്ഞ ആദ്യം വെറുതെ പറഞ്ഞാണ്. ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പാനലാണോ പോയി കണ്ടത്? അതെ, പക്ഷെ നമ്മൾ ഇപ്പോഴും ആളുകളെ പിടിച്ചിരിക്കുന്ന ഒരു സംഭവം അതിനകത്തുണ്ട്. നമ്മൾ പറഞ്ഞു പണ്ട് കണ്ടതാണ്. അതെ അതെ, അല്ല ഇപ്പോഴും നമ്മൾ TV വന്നാൽ നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഞാൻ ഒരു 10-300 കാരണം ഞാൻ ഇന്നലെ ആ പത്രത്തിനകത്ത് ആ പരസ്യം ഞാൻ കണ്ടപ്പോൾ മനസ്സിൽ അറിയാതെ പണ്ടത്തെ ബാല്യത്തിലേക്ക് പോയി. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്.
ശരി കാണാം. പുള്ളിയാണ് ഇവിടുത്തെ ഓളിങ്ങോളാണ് ക്യാപ്റ്റൻ. അതെ, പേരെന്തായിരുന്നു? റോഷൻ. ഓക്കെ, അപ്പൊ ഇനി കാണാം, അടുത്തോണ്ടാണ് കപ്പല് മുക്കുന്ന വ്യക്തി എന്ന് പറയാം അല്ലേ? അങ്ങനെയും പറഞ്ഞു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതിനു മുമ്പും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു 3 സംഘമായിരുന്നു. അന്ന് ജോമോനാണെങ്കിൽ ഇന്ന് ജോമോന്റെ അഭാവത്തിൽ ഞങ്ങൾ 3 പേരുണ്ട്. എത്ര 10 വെക്ക? അതൊരു കുട്ടി ഫുള്ള് തനിക്ക് മാത്രമായിട്ട് എന്ന് വാങ്ങിച്ചിട്ട് അടിച്ചേക്കായിരുന്നു, വെറുതെ ഇരുന്നു. ഇവിടെ ആകുമ്പോ നിലാം വെട്ടത്തിലൊക്കെ ഇരുന്നു. ഇവിടെ ഞങ്ങൾ നമ്മളൊന്നും വന്ന് ഓർമ്മയില്ല രാത്രി അന്ന്. പക്ഷേ ഇത് അടച്ചിട്ടിരിക്കുക, ഓർമ്മയുണ്ട്? പ്രൂഫ് ഉണ്ട്. അന്ന് അല്ല സത്യമായി നമ്മുടെ ആലപ്പുഴയില് ഇതിനേക്കാളും വലിയ വലിയ ബാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ആംബിയൻസ് വേറെ എവിടെ കിട്ടത്തില്ല, വേറെ എവിടെ ഇല്ല ഇതുപോലെ ഒരു റൂഫ് ടോപ്പ്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ക്ലാസിക്കൽ എങ്ങനെയാണോ അറിയാവോ? റൂഫ് ടോപ്പിലല്ലോ. അതെ, അപ്പോൾ ആലപ്പുഴയിൽ എൻ കേസിൽ മാത്രമേ ഇതൊരു റൂഫ് ഗാർഡൻ. വൈക്കത്തുണ്ടോ റൂഫ് ഗാർഡൻ? ഓക്കെ, അതെ. അപ്പൊ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വൈക്കത്ത് നല്ലൊരു റെസ്റ്റോ ബാർ ആണ്. അപ്പൊ അതിന് പക്ഷേ റൂഫ് ടോപ്പ് ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ആലപ്പുഴയിൽ നമ്മുടെ MDTVയുടെ എക്സ്പീരിയൻസിൽ ആലപ്പുഴയിൽ ഇതേപോലെ ഒരു സെറ്റപ്പ് വേറെ ഇല്ല. അതാണ് സത്യം. ഓർമ്മയുണ്ടോ അങ്ങനത്തെ? അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തീച്ചൂളൊക്കെ തിരിഞ്ഞ് കഴിക്കുന്നതല്ല കഴിച്ചിരുന്നത്. കാരണം നമ്മള് മദ്യപിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് കൂടുതൽ നമ്മൾ ചൂടെടുക്കും, വിയർപ്പെടുക്കും. അന്നൊന്നും ഈ ഫാൻ ഉണ്ടായിരുന്നു അന്ന്? ഇല്ല, ഇതുപോലത്തെ ഫാൻ ഇല്ല. അല്ല, കൂളറില്ല. സാധാരണ ആ ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. അത് കണ്ടോണ്ടായിരിക്കണം ഒരു പക്ഷെ അവരിപ്പോ കൂളറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. അതെന്തായാലും നല്ലൊരു പക്ഷെ കൂളർ ഫാൻ മാത്രമേ ഉള്ളൂ അല്ലേ? തണുപ്പൊന്നും ഇല്ല. ഉണ്ടോ? കുറച്ചു മുമ്പ് താനല്ലേ പറഞ്ഞത് കുറച്ചു മുമ്പ് ഈ ഡ്രങ്കനാണ് പറഞ്ഞത് കൂളർ വെറുതെ തണുപ്പൊന്നും ഇല്ലെന്ന്. അങ്ങനെ വരത്തുള്ളൂ. അല്ല, ഇതിനകത്ത് ഐസ് വാട്ടർ ഒഴിച്ചാൽ നല്ല തണുപ്പാണ്. ആണല്ലേ? പനിയും പിടി ഈർപ്പം നിൽക്കുമ്പോ. ഓ ശരിയാ. ഇത് കുറെ നേരം സിസ്റ്റോളം മുറിക്കാത്ത ഓണാക്കി വെച്ച് നോക്കി കമ്പ്യൂട്ടറും പോകും കുറച്ച് കഴിയുമ്പോ. ആണല്ലേ? എടാ വെള്ളം തന്നെയല്ലേ സ്പ്രേ ശരിയാ, മൈന്യൂട്ട് ആയിട്ട്. പിന്നെ നമ്മൾ അറിയുന്നില്ല. ശരിയാ, നമുക്ക് തണുപ്പിട്ട് നമുക്ക് നമ്മളെ ശരീരം ഹീറ്റ് ആയിരിക്കുമ്പോ ഈ സാധനം വന്ന് തണുപ്പിച്ച് സൂചിച്ചൊക്കെ കിടക്കും. അതെ. അത് തിരിച്ചു വെച്ചാലും അല്ലേ? അത് തിരിച്ചെന്ന് വെച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. തെറ്റായല്ലോ, മറിഞ്ഞു വീഴും. പിന്നെ ഓക്കെ, ഈ കുറച്ച് ഈ ഹോട്ടലിൽ തിരിച്ചു വെക്കാൻ പറയുമോ തലയിലായിട്ട്? അത് കുറച്ച് നിങ്ങൾ പറയും, ഞാനിപ്പോ നിന്നെ വിളിക്കാൻ ആള് വന്നില്ലല്ലോ. വരട്ടെ, അപ്പോഴല്ലേ. നട്സ് വല്ലതും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ. മതി, ഡ്രങ്കൻ അത്രയൊക്കെ മതി. അമർ അക്ബറിനകത്ത് പറയുന്ന പോലെ എമ്മച്ചീന്ന് പറഞ്ഞിട്ട് കരയണം. അതൊക്കെ ഒരു അന്യായ പടം വരുന്നില്ലടോ. അതിന്റെ ഇവന്റെ അല്ലേ പടം ഇവിടെ നല്ല പടം ആയിരുന്നല്ലേ? അതെന്ന് പറഞ്ഞാല് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അന്ന് ഞാൻ പറഞ്ഞു നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കോമഡികളും സംഭവങ്ങളും പന്നിലൊക്കെ മറ്റേ റമ്മൊഴിച്ചിട്ട് താൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ? പിന്നെ പഞ്ഞ് കഴിക്കാൻ സാധനമുണ്ട്. പിന്നെ അങ്ങ് മുഖം കണ്ടാറിയല്ലോ. നമ്മുടെ മറ്റേ ബ്ലോഗിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, മറ്റേ പഴങ്കഞ്ഞിക്ക് സാധനം ഒഴിച്ച് കഴിക്കുന്നുണ്ട്. എന്തോ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ മൈക്ക് എടുത്ത് എവിടെ നിൽക്കുന്നു? സംയമനം പാലിക്കും. എടാ, പടത്തിന്റെ സമയം 6:15 എന്നുള്ളത് 7:15 മാറ്റാൻ പറ്റും? നമ്മുടെ ബ്രോയ്ക്ക് ഒരു എമർജൻസി ആയിട്ട് ഒരു പടത്തിന് പോകണം, വാഴ. അപ്പൊ മൂവിക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട്
അവനെ വിളിക്കാനുള്ള ആൾക്കാർ താഴെ വന്ന് നിയന്ത്രണം തെറ്റി നിൽക്കുകയാണ്. കാരണം 6:15 ഷോ തുടങ്ങും. അപ്പൊ എന്നിരുന്നാലും നമ്മളെ ജോയിൻ ചെയ്തിട്ട് ഈ ഇപ്പോൾ 2 മിനിറ്റ് നീ അതടിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. സോ ദ ചിയേഴ്സ് ഓഫ് ഈവനിങ് ഇസ് ഹിയർ. രണ്ട് ഗ്ലാസും കാലിയാ. ഇത് മനസ്സിലാക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാല് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നീ സാധാരണ സിപ്പടിക്കുന്നവനായിരുന്നു. ഇപ്പൊ നോക്കിയേ ഒറ്റയടിക്ക് ഫിനിഷ്. കാരണം ഞാനിത് കുടിച്ചു വെച്ചപ്പോ എനിക്കറിയാം. അടിക്കോ അവനെ സംശയത്തിലാക്കി. അല്ല രണ്ടെണ്ണത്തിൽ നീ ഓഫ് ആവാനാ. ആഹാ ഇത് കോമ്പിനേഷൻ അല്ലടോ. പക്ഷെ ചെയ്യണമെന്നറിയോ, ഈ പൈനാപ്പിള് ഇതുപോലെ വെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. തണുപ്പില്ലേ? അല്ല ഇത് നാച്ചുറൽ തണുപ്പേ ഉള്ളൂ. ആ താങ്കളുടെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ സമ്മർദ്ദവും ധൃതിയാണെന്ന് അറിയാം. അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ പോണം. എങ്ങനെയെങ്കിലും അടിച്ചിട്ട് ഉമ്മാരും കൂടി ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ അടിക്കുമെന്നുള്ള പേടി വേണമെങ്കിലാണല്ലേ ഇവരെന്തറിയോ. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ബില്ലും കൂടി കൊടുപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. 10 മണി 10 മണിക്ക് കല്യാണത്തിന് വേണം. അല്ല കല്യാണമല്ല, റിസപ്ഷന് വേണം. അത് കാരണമാണ് നേരത്തെ ഇറങ്ങിയത് തന്നെ. ഇറങ്ങിയത് പുതിയ ഇവിടെ ഇറക്കി. ഡോമിനോസ് എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡാ. അല്ല എന്താ ഡോമിനോസ് ഡോമിനോസ് മറ്റേ ഡോമിനോസ് ആണ് മറ്റേതാ ഹോം ഡെലിവറി. അവന്മാരുടെ ഒരു നീല കളർ ഉണ്ട് അതിനകത്ത്. ഇവിടെ ബാർബിക്യൂ, അതിനല്ലേ ബാർബിക്യൂ ഒരു സാധനം ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല എല്ലാം ഉണ്ട്. എല്ലാ സംഭവം ഇവിടെ ഫുൾ മെനു ഉണ്ട്. നല്ല ഫുഡാണ് ഇവിടുത്തെ. അല്ല ഇത് സ്പെഷ്യൽ മെനു ആണ് കണ്ടത്. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് അങ്ങനെ അടിക്കല്ലേ? അടിക്കല്ലേ, ചെസ് കളിക്കുന്നു. ചെസ് കളിക്കാൻ വേണമെങ്കിൽ മദ്യം വെച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനകത്തും അതും കൂടി അടിച്ചോളാം. എന്നിട്ട് എണീറ്റ് പോയാലും എന്നിട്ട് ഞാൻ പോന്നും പറഞ്ഞു പോയി. സാധനം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കുട്ടിച്ചാടാ സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ മെനു ഇവിടെ ഉണ്ട്. അതെ, കട്ട് ആൻഡ് ചിക്കൻ. സാധനം നല്ല ഡെക്കറേറ്റീവും കളർഫുള്ളും ആണ്. ടേസ്റ്റ് കൂടെ നോക്കിയാൽ മതി. അല്ലെ മിസ്റ്റർ ഡ്രാഗൺ? തീർച്ചയായിട്ടും അത്രയുള്ള കാര്യം. ഇത്രയും വലിയ റിങ് വെക്കുന്ന എന്ത് വലിയ സവോള ആയിരിക്കും അല്ലേ? സവോളയുടെ വില വെച്ച് നമുക്ക് സവോളക്ക് എത്ര എടുക്കും കിലോയ്ക്ക്? കിലോയ്ക്ക് വിലയൊന്നുമില്ല. ഇല്ലേ, ഇടയ്ക്ക് വില വരുമല്ലോ ഭയങ്കര. അതെ, കിട്ടാത്ത സാഹചര്യങ്ങൾ വരും. അതെപ്പോഴേ കിട്ടാത്ത സാഹചര്യം? സവോള ഇല്ലാത്തപ്പോ. അല്ല പിന്നെ എപ്പോ അത് ശരി. അതൊക്കെ വരും, പുറത്തുനിന്ന് വരും, കർണാടക എന്നൊക്കെ വരുന്നതാണ്. അതെ, കേരളത്തിൽ വിളയാത്തതിന്റെ കാര്യം എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്നു. അതെ, നമുക്കൊന്നൊന്ന് വളച്ച് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്ന നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു തെറ്റില്ല. എന്താണ് 2 അടുപ്പിച്ച് കയറ്റുന്നത്? അവനെന്തി പോയവൻ വിളിച്ചോണ്ട് പോയവര് അവിടെ പോയി വണ്ടി വന്നത്. അതെ, ഞാൻ ആ വാഷ്റൂമിൽ പോയ സമയത്താണ് അവൻ പോയി. അപ്പൊ അടുത്ത കൊണ്ട് മൈക്ക് പിടിക്ക് മുമ്പായിട്ട് ഐസ് അതിനകത്തോട്ട് ചാർജ് ചെയ്യും. ഐസ് എവിടെ ഇരിക്കും? ഐസ് നേരിയും ഇത്രയൊക്കെ ആയിട്ട് എനിക്കറിയത്തില്ല. ആ ചൂടല്ലേ? സോഡ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി. വേണ്ട, സോഡ ചെക്ക്. അത് വേറൊരു പ്രഹസനമായിരുന്നല്ലേ? അതെ. എനിക്കിനി സോഡയ്ക്ക് എന്ത് ചെയ്യും? നിനക്കെന്തിനാ സോഡ? ഞാൻ കഴിക്കുന്നില്ല. ഞാനേ കഴിക്കുന്നുള്ളു. അതെ, അത് മനസ്സിലായി ബ്രോ. ഒരു സോഡ. സോഡ പറഞ്ഞുണ്ട് നീ അവനെ പെട്ടെന്ന് ഫൈനൽ ചെയ്യല. ഇപ്പൊ തൽക്കാലം അവന്റെ സെന്റ് ഓഫ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബ്രോയെ, നമ്മുടെ ജിമ്മൻ ബ്രോയിനെ നമ്മളിപ്പോ തൽക്കാലം പാക്ക് ചെയ്യുവാണ്. സാഹചര്യം മൂലം ചാനലിൽ നിന്നല്ല, ഇന്നത്തെ വീഡിയോ. അപ്പോ ദ ചിയേഴ്സ് ഓഫ് ദ നൈറ്റ്.
അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബ്രോ. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. BDF നമ്മുടെ ട്രേഡ് മാർക്ക് BDF. പറയൂ ഡ്രാഗൻ. പൊളി പൊളി പൊളി. അന്നും നമ്മൾ പറഞ്ഞിരുന്നു, അന്നും താൻ തന്നെ പറഞ്ഞിരുന്നു ഇതേപോലെ ഇവിടുത്തെ BDF-നെ കുറിച്ച്. ഇത് ഏത് സോസാണ് വെച്ചാനെ? സ്പൈസി ആണോ? കിങ് പ്രോൺസ് ആണോ ഗോൾഡൻ പ്രോൺസ് ആണോ ഓർക്കുന്നില്ല. ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ്. അതെ, അത് ഏതും ആകാം, ഏത് കാറ്റഗറി ആയാലും പ്രോൺസ് ആണ്. പക്ഷെ ഈ പ്രോൺസ് ഇതിനുള്ളിലാണ്, പക്ഷെ അതിന്റെ പുറത്ത് ഇത്ര അതിന്റെ ഇതാ വാലി. ആ അല്ല, ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇത് അതുകൊണ്ടാണ് മാവിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. BDF ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അല്ല, നമ്മൾ അന്നും പറഞ്ഞിരുന്നു. എന്റെ ഫോണാണ് അടിക്കുന്നത്. അതെന്തോ അപ്പഴം ഞാൻ അവിടുത്തെ ബീഫ് പടം പൊഴിഞ്ഞ് കാണുന്നു. അതൊന്ന് ട്രൈ ചെയ്യ്, പുതിയ ഐറ്റം. എന്താ സൗണ്ട് വരുന്നേ? സൗണ്ട് ആരുടെ ബാക്കില്ല? ഇത് ഒരെണ്ണം കൂടി പകടെ കൂടി. ആ വേണ്ട കേട്ടോ, വലിയ പീസല്ലേ? വലിയ പീസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞു? ആ, തന്റെ അനുയായി എടുത്ത് ചെരുവാണ്. ശരി, അടിപൊളി കോംബോ ആയി കാണും അല്ലേ? വേറെ അങ്ങനെ വേണം കഴിക്കാൻ. അങ്ങനെ കഴിച്ചാൽ അതിന്റെ ഒരു പുല്ല് കിട്ടുന്നു. അതിന്റെ പുല്ല് കിട്ടത്തോളം ഒരു ത്രില്ലും ഗുമ്മും ഉണ്ടാകത്തുള്ളൂ. എരിവ് വേണം. എരിവില്ലാതെ ഒരു പരിപാടിക്കും നമ്മൾ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും. ബീഫ് ഇട്ടുള്ള കളിയിലല്ലേ ഡ്രാഗൺ? അന്ന് ഇന്ന് അതെ, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല ട്രേഡ് മാർക്കാണ്. നമ്മൾ അന്നും പറഞ്ഞു ആലപ്പുഴയ്ക്ക് ഏറ്റവും നല്ല BDF ആണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ് ബീഫാ. സോഫ്റ്റ് ബീഫ്. അതെ, അതുകൊണ്ട് ചിലയിടത്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു, ഞാൻ ബീഫ് കഴിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ആലപ്പുഴ BDF ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ബാറായാലും ഹോട്ടലായാലും തട്ടുകടയായാലും BDF ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ BDF-ന് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. വളരെയധികം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷെ ഉള്ളില് നല്ല സോഫ്റ്റ് ആയിരിക്കും, ടെൻഡർ. ഉള്ളിൽ ബീഫ് ആയിരിക്കും. അപ്പൊ എന്റെ കോട്ട എത്തി. എന്റെ കോട്ട ഒരാൾ റാഞ്ചിക്കൊണ്ട് പോയതാണ്. സിനിമയ്ക്ക് പോയ കൂട്ടത്തിൽ അതും കൂടെ റാഞ്ചിക്കൊണ്ട് പോയി, അതും ഡ്രൈ ആയിട്ട് അല്ല ഡ്രാഗൺ. അപ്പൊ ഇതിനെ നമുക്കങ്ങ് പുഷ്ടിപ്പെടുത്തി എടുക്കാം. അതിന്റെ അകത്തുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഹോൾ ഉണ്ട്. ഇതിനകത്തൊരു മദ്യം ഒഴിച്ച് കുടിച്ചാലോ? അതാണ് ഏറ്റവും നല്ലത്. മദ്യം ഇല്ലല്ലോ, ഫ്ലേവേർഡ് വാട്ടർ അല്ലേ ഉള്ളൂ. നമ്മളോട് തന്നെ ചെയ്ത ചതി. ആ 3 ഇട്ടല്ലേ, ഞാനും 3 എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ കൂളറിന്റെ ആ ഒരു തണുത്ത കാറ്റും ഈ ഫ്ലേവേർഡ് വാട്ടറിന്റെ ആ മണം തട്ടി ഇങ്ങനെ കേറുമ്പോ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ BDF-ന്റെ ആ സ്മെല്ല് കഴിച്ചില്ലെങ്കിലും അതൊക്കെ മുമ്പ് നമ്മളൊന്ന് മൗത്ത് ഫ്രഷൻ ചെയ്യാനായിട്ട് തന്റെ പുറത്താണത്. കമ്പെടുത്ത് കുത്തിയാലും മതി. ഇപ്പൊ നിനക്ക് ഈ കമ്പ് ഇതിനകത്തൊരു കുത്തി കഴിക്കാൻ എനിക്ക് വയ്യ. സംഭവം കൊള്ളാലോ. അതാ പറഞ്ഞത്. പക്ഷേ താൻ പറഞ്ഞ സംഭവം അടിപൊളിയാണ്. പക്ഷെ താൻ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ഉപ്പിന്റെ ഒരു കുറവ് ഈ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, ചെറിയ തോതിൽ. പിന്നെ എടുത്തു നിൽക്കുന്ന ഫ്ലേവർ ഒന്ന് പറഞ്ഞു. പിന്നെ എടുത്തു നിൽക്കുന്ന വെച്ചാൽ ഇടിച്ചു നിൽക്കുന്ന വെച്ചാൽ ഈ മല്ലിയിലയും പുതിനയിലയുടെയും ഫ്ലേവർ ഇതിന്റെ ഡെക്കറേഷന് വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷേ അത്ര ആവശ്യമില്ലെന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ, കാരണം മല്ലിയിലും പുതിനയിലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏത് ഡിഷിലും നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ള ഫ്ലേവേഴ്സ് എല്ലാം മുങ്ങിപ്പോകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നല്ലൊരു പ്രിപ്പറേഷൻ ആണ്. സംഭവം കൊള്ളാം. Cheers.
സത്യമാണ്. ഡ്രാഗൺ വേഴ്സസ് പ്രോൺ സോസ്. എന്തുവായിരുന്നു പേര്? ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ്. എന്നറിയുന്നില്ലേ? റങ്കന് ഫസ്റ്റ് ചോയ്സിൽ കിട്ടിയില്ല. സംഭവം എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലല്ലേ? ഒരു എന്തോ മാവിലിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം. കോൺഫ്ലവറിന്റെ ടേസ്റ്റ് അല്ലേ? അപ്പോ 300 രൂപ അനാവശ്യമായി പോയി അല്ലേ? പക്ഷെ നമ്മൾ അന്ന് മേടിച്ച എന്തൊരു പ്രോൺസിന്റെ നല്ലതായിരുന്നു. ഫ്രൈഡ് പ്രോൺസ് മേടിച്ച ഇതും ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് എന്ന് നമ്മൾ ഇതല്ല ഉദ്ദേശിച്ചത് ആക്ച്വലി. ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു ആക്ച്വലി. അപ്പൊ ട്രങ്കൻ ഉടനെ ബീഫിലേക്ക് കയറി പിടിച്ചിട്ടാ. ഞാനും എന്തായാലും ഒരെണ്ണം പടച്ച് നോക്കട്ടെ. ഇതിങ്ങനെ മുക്കിയെടുത്താൽ എന്തെങ്കിലും അറിയത്തുള്ളൂ അല്ലേ ഡ്രാഗൻ? അതെ, പറക്കല്ലേ മോനെ. ഇങ്ങനെ മുക്കിയെടുത്ത് ഈ ചട്നിയാണ് ഇതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ശരിയാ, നമ്മൾ ഈ പ്രോൺസ് മാത്രോട്ട് കഴിച്ചാൽ ഇതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലോറിന്റെയും ടേസ്റ്റുകൾ മാത്രമേ അറിയത്തുള്ളൂ. എടുത്തു നിൽക്കുന്ന ആ ടേസ്റ്റ് ആണ്. പക്ഷെ ചട്നിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുമായിട്ട് കഴിച്ചില്ലെങ്കിൽ ഇത് വെറും വേസ്റ്റ് ആണ്. കുറഞ്ഞിടല്ലോ കേട്ടെ, അതേപോലെ കഴിച്ചിട്ട് പിന്നെ മുക്കണ്ടേ? നമുക്ക് തന്നെ ഉള്ളതല്ലേ. ഓക്കെ, വാരവിടെ പെട്ടെ. എന്താണ്? ഓഹോ, നല്ലപോലെ മുക്കണു, എന്നാലേ ഫ്ലേവർ എടുത്തുള്ളൂ. ഇത് ചട്നി എന്ന് പറയുമ്പോഴത്തേക്ക് ചട്നി എന്ന് പറയുമ്പോ കുടഞ്ഞിടോ, കുടഞ്ഞ് ഒഴിക്കടോ. ഇത് നോർമൽ ചട്നിയല്ല, ഇത് ചട്നിയല്ല, സോസും അല്ല ആക്ച്വലി. മറ്റേ സെഷ്വാൻ സാധനമാണെന്ന് തോന്നുന്നു. ഞാൻ സോസാണെന്ന് പറഞ്ഞാണ് നേരത്തെ ലൈറ്റ് ആയിട്ട് നോക്കിയത്. അതായിട്ട് കഴിച്ചാലേ ഫ്ലേവർ എടുത്തുള്ളൂ, സത്യമായിട്ടും ഇത് ഇഷ്ടപ്പെടുത്തുള്ളൂ. അതറിയില്ല, ഞാൻ ടൊമാറ്റോ സോസ് ആയിരിക്കും എന്ന് കരുതിയാണ് കുറച്ച് മുക്കിയത്. ഇത് അതിനകത്ത് മുക്കി നോക്കിയേ PDF. അപ്പൊ എങ്ങനെയാണെന്നറിയാലോ. ഇതിന്റെ ആ സ്വീറ്റ്നെസ് ഒക്കെ വരും. അതെ, താങ്കൾ ഇത് വാരിക്കൊരു കുത്തി തരുന്നതിന്റെ ഉദ്ദേശം എന്താ? PDF അല്ല, വെജ്. അല്ല, വെജാണ് സത്യത്തിൽ. നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്ന മുമ്പും ആദ്യം കഴിക്കാൻ വെജ് വേണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതെ, പ്രത്യേകിച്ച് നമ്മള് സലാഡുകൾ. അതെ, ശരീരം കൂളാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഏറ്റവും നല്ലത്. പക്ഷെ ഇതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ, ഈ പ്രോൺസിൽ. അടിപൊളി, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ആ സോസ് കൊള്ളാം അല്ല ഡ്രാഗൻ? അതെ, അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. കൊള്ളത്തില്ല എന്നല്ല, അതില് ഈ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് അത് ഡയറക്റ്റ് മാവില് മുക്കി ഇങ്ങനെ മാവില് മുക്കി അതെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഈ സോസുമായിട്ട് മുക്കുമ്പോഴേ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ അവരൊന്നും കൂടെ ഒന്ന് പറയായിരുന്നു അതിനകത്ത് മസാല ഇല്ലെന്ന്. മസാല ഇല്ലാതെ. കാരണം ബാറിൽ മസാല ഇല്ലാതെ എന്ത് ഡിഷ് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? പ്രത്യേക സ്പെഷ്യൽ ഒന്നും പറഞ്ഞ് ഇറക്കരുത് എടോ. ഇതിനകത്ത് തന്റെ ഐറ്റംസ് ഒക്കെ വറുത്തിരിപ്പുണ്ട്. വേണം. വെരി ഗുഡ്, ഇരിക്കട്ടെ. അത്രയും മുഴുത്തത് ഞാൻ കഴിക്കുന്നില്ല. തൊണ്ടയെ കുടുങ്ങി ചത്തു പോവോ? ഇല്ലില്ല, ഉറവുടി എടുത്ത് പിടിപ്പിക്കാം. അടിപൊളിയായിരിക്കും.
എട് ഡ്രങ്ക എന്താണ്? ഏത് വാച്ച? റോളക്സ് ആണ്? നിയാസാ? നിയാസാ? അതേത് വാച്ച്? അങ്ങനെ ഉണ്ട്. ഇവിടെ മുളക് എടുത്ത് പിടിക്കണോ? തന്റെ മുളക് തീറ്റിയാണ് എല്ലാവർക്കും കാണേണ്ടത്. എന്തേ? ആ ഡ്രങ്കൻ ഐറ്റം എടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര എരിവ് വരത്തില്ല, കാരണം എണ്ണക്കത്തിട്ട് വറുത്തതുകൊണ്ട്. എരിവില്ലെന്ന് പറയത്തില്ല, എരിവുണ്ട്. ഇവിടെ ബ്ലാങ്ക് ആവുമ്പോ സോഡ എടുത്ത് ഇവിടെ വെക്കണം, അങ്ങനെ ചെക്ക് പറയും. അത് ശരി. ഇപ്പൊ സോഡയുടെ ആവശ്യമില്ലല്ലോ. അല്ല, ഇനി മുളക് കഴിച്ച് ചുമയങ്ങാനം വന്നാലോ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എടുത്തു. അത് ശരി. അപ്പോ ഇന്ധനം നിറഞ്ഞില്ല, അത് കാരണം അടുത്ത റൗണ്ട് ചെറിയ മയക്കുവടികൾ ഞങ്ങളെ തേടിയെത്തി. എന്നാലും ഡ്രങ്കാ ഒറ്റയ്ക്ക് ഇത് മൊത്തം താങ്ങിയല്ലേ? പിന്നെന്താ, 1/2 കിലോ ഇറച്ചി. അതൊക്കെ എന്താന്നല്ലേ, നല്ല ഐറ്റമായ കിലോ കണക്കിന് കഴിക്കും നമ്മള്. അതെ, കാണുമ്പോ തന്നെ നല്ല ക്വാളിറ്റി ആണെന്ന്. പിന്നെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്കറിയാം. താൻ ഇതിൽ തൊട്ടിട്ടില്ലല്ലോ. ഇതിൽ എന്റെ കരസ്പർശം മാത്രമേ കാണുന്നുള്ളൂ. ആ ഇപ്പൊ ശരിയായി. കരം സ്പർശിച്ചിട്ടില്ല, ഉണ്ട്. താൻ സ്റ്റിക്കാണ് സ്പർശിച്ച്. അതെ, മേരു എവിടെ കുത്തണം എന്നറിയത്തില്ല ഡ്രങ്കനെ. ആ എന്താ റോക്കറ്റ് വിക്ഷേപണം പലതും. എന്നാ ഞാനും ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ എടുക്കട്ടെ. ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓൾറെഡി കൂൾ ഓഫ് ആവും. എപ്പോഴും അതെ, നമ്മുടെ പഴയ ഓൾഡ് വൈബ്സ്. നമ്മളും അതെ, നമ്മുടെ സബ്സ്ക്രൈബർ ബ്രദേഴ്സും അതെ, തന്റെ പഴയ ആ റൂമൊക്കെ ഉണ്ടല്ലോ, ആ റൂമിന് ഇപ്പൊ ഇല്ലല്ലേ? അതൊക്കെ ഒരു മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അതിനു വേണ്ടി ഒരു ചേസ്. ആ റൂമൊന്നും ഇപ്പൊ ഇല്ലടോ, പൊളിച്ചു വന്നതല്ലോ. അത് ബംഗാളികളായിരുന്നു, പണിക്കാരാ. അമ്മ കൊടുത്തോ? അമ്മമാർക്ക് കൊടുത്ത്. അവിടേക്ക് ഇപ്പൊ എല്ലാ ദിവസവും പോലീസ് ചെക്കിങ്. യുവമാരായതുകൊണ്ട് പിന്നെ ഹൈവേ എന്നൊക്കെ നിർത്താതെ വരുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, പോലീസ് കാണിക്കും. ഇതിന്റെ അകത്ത് കയറ്റി വെക്കും, ഗേറ്റ് കൂടത്തില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പുള്ളിനെ കൊണ്ട് ഒന്നും പറയാൻ എല്ലാ അവന്മാർക്ക് തന്നെ കൊടുത്താൽ മതിയായിരുന്നു. 10-11 മണിയാകുമ്പോ പോലീസുകാരാണ് ഇങ്ങനെ വിളിക്കും, എവിടെയാണെന്ന് ചോദിക്കും. പുള്ളി വീട്ടിൽ പോകത്തില്ലേ, പുള്ളി പിന്നെ സൈക്കിൾ ചവിട്ടി ഇവിടെ വരും. അതെ, പ്രായ പുള്ളി കാര്യം തിരക്കും. ഇവിടെ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നു. അപ്പൊ ഈ ഇവന്മാര് പണിയും കഴിഞ്ഞൊക്കെ ചില നൈറ്റ് പണിക്ക് പോകുന്നവന്മാരൊക്കെ ഉണ്ട്, ഹൈവേയുടെ പണിക്ക്. അവന്മാര് വരുന്ന നേരത്തെ രാത്രി 12 മണിക്ക് കയറി. അതെ, അപ്പൊ ഗേറ്റ് കൂട്ടാനും പറ്റത്തില്ല. കൂട്ടാനും പറ്റത്തില്ല, അത് കാരണം തുറന്നിട്ടുണ്ടായിരുന്നു. അല്ല, പിന്നെ താൻ അന്ന് പറഞ്ഞുകൊണ്ട് പുതുക്കി പണിയാൻ പോണെന്ന് അത് അങ്ങനെയാ പറഞ്ഞിരുന്നത്. അപ്പൊ അവര് ചിലപ്പോ ഒരു കോഴ്സ് നിർത്തും. അന്ന് ഇപ്പൊ കൊടുത്തിരിക്കും. ഇപ്പൊ അവർക്ക് നല്ല എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. 3000 രൂപ വെച്ച് ഒരു മുറിക്കകത്ത് 2 പേരെ ഇട്ട് 6000 രൂപ. അങ്ങനെ ചെയ്യും? അങ്ങനെ ഒരു മുറിക്ക് 2 പേരുണ്ട്. ഹിന്ദിക്കാര് 6 പേര് ഒരു റൂമിന്റെ അകത്ത് കഴിയും. 2500 വെച്ച് കൊടുക്കും. അവന്മാർക്ക് ലാഭം. ഓ, അങ്ങനെ അവന്മാർക്ക് ലാഭം. അത് ഇവർക്ക് എത്ര രൂപ വരും 6 പേരെന്ന് പറയുമ്പോൾ? പിന്നെ ചെറിയ റൗണ്ട് മൈക്കോടിയല്ലേ. അതിനെ 3 എനിക്കിവിടെ ഒന്ന് ഇന്ധനം നിറച്ചു തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് 2 മതി കേട്ടോ. എന്നാ 3 ടൈം. എന്തായാലും നമ്മളൊരു വഴിക്കിറങ്ങിയ നമ്മള് 3 പേരായിരുന്നല്ലോ ഇന്ന്. അതെ, ഒരു
അന്താ കലക്കി വെക്കുന്നു താൻ വേറെ വല്ലതും ഇട്ടോ ഒഴിക്കണ വെള്ളം വേണേ ഒരു ഒഴിച്ചാൽ നിമിഷത്തെ ശ്രദ്ധ മാറിയപ്പോ താൻ എന്തായാലും കലക്കി തന്നാ മതി. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് എന്നറിയോ? പകലെടുത്തുകൊണ്ടായിരിക്കും. പകല് എന്നുള്ളൊരു കാര്യമല്ല, ഈ വീഡിയോക്കകത്ത് എം ഡിയുടെ സാന്നിധ്യം, അത് എന്റെ പ്രസൻസ് വളരെ കുറവാണ് ആക്ച്വലി. ഇന്ന് കംപ്ലീറ്റ് ക്യാമറയുടെ ബാഗിൽ ഞാനാണ് ആക്ച്വലി, അല്ലെ? അതെ, അത് പതിവിന് വിപരീതമാണ്. പക്ഷെ അത് സാരമില്ല, അതൊരു ചേഞ്ച് വേണമല്ലോ. എപ്പോഴും എന്നെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ? അത് മറ്റേ സിദ്ദിഖിലായ സിനിമ എടുക്കുന്ന പോലെ അവര് എപ്പോഴും പുറകിലായിരിക്കും ലാലൊക്കെ. അതെ, ക്യാമറയുടെ ഫ്രണ്ടിൽ വേറെ ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും. സൂപ്പർ ഹിറ്റുകൾ അങ്ങനെ കുറയ്ക്കുന്നു. തീർച്ചയായിട്ടും. അതെ, സോഡ പൊടി എന്തോട്ട് പൊട്ടിത്തെറിക്കുന്ന അവിടെ? പൊറോട്ട അടിക്കണോ? ഇതൊരു ഇത്തിരി കൂടെ ഒഴിച്ചെങ്കിൽ സന്തോഷമായിരുന്നു. ചുമ്മാ രസത്തിന്. This video is going to conclude right away, and this is the final round microwave. Cheers with your stay safe. Alcohol consumption is always injurious to you, but ഞങ്ങൾ മദ്യപിക്കാറില്ല. This is just flavored water. Hello Dragon. Yes. The final round microwave. Cheers with your. ഇതൊരു പതിവാണ്, എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയും കാണാം. താങ്കളുടെ കോട്ട എല്ലാം കഴിഞ്ഞല്ലോ. തീർച്ചയായും ഞാനൊരു പുതിയ കോട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, വേറെ ഗ്ലാസ് പറയണോ? ഞാൻ ചോദിച്ചാ എന്താണ്? അല്ല, എനിക്ക് അറിയാമല്ലോ. മഴയാണോ? അല്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടണം. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ ഓപ്പൺ സ്പേസ്, ഓപ്പൺ എയർ അല്ലെ? കാരണം നമ്മൾ പൊതുവെ കൊച്ചിയിൽ മാത്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അവിടെ ആലപ്പുഴയില്, പക്ഷെ ആലപ്പുഴയിൽ ഉണ്ട് താൻ പറഞ്ഞ പോലെ തന്നെ. മറ്റേ എവിടെയാണ്? വൈക്കത്തോ? എവിടെയാണ്? അത് അവനാ പറഞ്ഞു. വൈക്കത്തല്ലേ? വൈക്കത്ത് മറ്റേ കഴിഞ്ഞ വൈക്കത്ത് റെസ്റ്റോ ബാർ ആണല്ലേ? അവിടെ റൂഫ് ടോപ്പ് ഉണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. മതി എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നെ കൂടുതൽ കുടിപ്പിക്കാണ്ട്. അല്ല, ആ ഗ്ലാസ്സില് ഒറ്റടി ഗപ്പടി. അവനെ തന്നെ വഞ്ചിക്കാൻ പാടില്ല. നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, തീർന്നില്ല. തോന്നിയതായിരിക്കും. അപ്പൊ ഇത് തീർന്നു. ചെക്ക്. അപ്പൊ ചെക്ക് മേറ്റ് വെക്കും അല്ലേ? അടിപൊളി. എന്നെ പ്രചോദിപ്പിച്ചത് മറ്റാരുമല്ല, കുറെ നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വിലസുന്ന ഒരാള്. ഞാൻ താടി മീശ എടുത്തു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഡ്രങ്കൻ ചിലപ്പോ പറയുന്ന ഒരാള്. നമ്മുടെ സ്വന്തം ഭാസ്കര. എല്ലാം ഇങ്ങ് പോരട്ടെ, നാട്ടുകാരെ കരക്കാരെ എല്ലാരും ഇങ്ങ് വിളിച്ചോ, എല്ലാം എന്റെ ചെലവ്, എല്ലാരും അടിച്ചു കയറി വാ എന്ന് പറയുന്ന നമ്മുടെ റിയാസ് ഖാൻ. ചിലപ്പോ ഡ്രങ്കൻ പറയാറുണ്ട്, പണ്ട് പറയണ്ടില്ലേ എന്റെ പണ്ടത്തെ അപ്പിയറൻസില് മീശന്റെ അടി ഇല്ലാത്ത സാഹചര്യത്തില് ഓർമ്മയുണ്ടോ ഡ്രങ്കൻജി? അതെ, എപ്പോഴും പറയുന്ന പോലെ MDTV ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഫൈനൽ റൗണ്ട് പറഞ്ഞാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് ദ ഫൈനൽ റൗണ്ട് മൈക്രോഡി.